ഗോതമ്പ് പൊടിയും കൊണ്ടുള്ള പരീക്ഷണങ്ങളൊന്നും തീർന്നിട്ടില്ല കേട്ടോ. ഇന്നും അത് വെച്ചൊരു ഐറ്റം തന്നെയാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. എന്താണെന്ന് നമുക്ക് കണ്ടു നോക്കിയാലോ. ആദ്യം തന്നെ ഇതിലേക്ക് ഒരു ഫില്ലിങ് റെഡിയാക്കി എടുക്കാനുണ്ട്. അതിനായിട്ട് സവാള, പച്ചമുളക്, ചെറുതാക്കി അരിഞ്ഞ കറിവേപ്പില, കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് എല്ലാം കൂടി ചേർത്ത് ഒന്ന് വഴറ്റാട്ടോ. സവാളയുടെ കളർ മാറി വരുന്ന സമയത്ത് ഒരു തക്കാളിയും ചെറിയൊരു ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തും കൂടി ചേർത്ത് കൊടുത്ത് മിക്സ് ചെയ്യാം കേട്ടോ. അതൊക്കെ ഒന്ന് വെന്തുടഞ്ഞു വരുന്ന സമയത്ത് നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. ഏതൊക്കെ പൊടികളാണ് ചേർത്തതെന്നുള്ളത് സ്ക്രീനിൽ കൊടുക്കാം കേട്ടോ. അതിൻ്റെ ആ ഒരു പച്ചമണമൊക്കെ മാറി വരുന്ന സമയത്ത് 2 മുട്ട പൊട്ടിച്ച് കുറച്ച് ഉപ്പും കൂടിയും ചേർത്ത് ഒന്ന് ചിക്കി പൊരിച്ചെടുക്കാം കേട്ടോ. എന്നിട്ട് അതിൻ്റെ കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അതിനുശേഷം കുറച്ച് കുരുമുളക് പൊടിയും മല്ലിയിലയും കൂടി ഇട്ടതിന് ശേഷം അതൊന്ന് മിക്സ് ചെയ്ത് മാറ്റി വെക്കാം കേട്ടോ. ഇനി നമുക്ക് ദോശ ചുട്ടെടുക്കാം. ഈ ഒരു മാവ് ഉണ്ടാക്കിയത് ഗോതമ്പ് പൊടി, കുറച്ച് ഉപ്പ്, കുറച്ച് മല്ലിയിലയും കൂടിയും ചേർത്തിട്ടാണ് കേട്ടോ മാവ് കലക്കിയെടുത്തിട്ടുള്ളത്. അതിങ്ങനെ ഓരോ ദോശയാക്കി ചുട്ടെടുത്തതിന് ശേഷം ഒരു സൈഡ് വെന്തതിന് ശേഷം മറിച്ചിടുക. അടുത്ത സൈഡിലേക്ക് നമ്മൾ ആ ഫില്ലിങ് റെഡിയാക്കി വെച്ചതും കൂടി ആഡ് ചെയ്ത് കൊടുത്തേച്ച് അപ്പുറത്തെ സൈഡൊന്ന് മടക്കി കൊടുക്കുക. ദായിട്ട് പോലെ കിട്ടും. എന്നിട്ട് 2 സൈഡും വെളിച്ചെണ്ണ വെച്ച് നല്ലോണം മൊരിച്ചെടുക്കുക. അങ്ങനെ സാധനം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കട്ടോ.